CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടക്കാഞ്ചേരി കല്ലൻപാറ ചെമ്പ്രങ്കോട്ടിൽ മോഹനനാണ് മരിച്ചത്. ലോറിക്കടിയിലേക്ക് മറിഞ്ഞു വീണ മോഹനന്റെ തലയിലൂടെ ലോറിയുടെ ചക്രം കയറിയിറങ്ങി. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസ് പ്രധാന പ്രതി അറസ്റ്റിൽ. നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷാണ് മുംബൈയിൽ നിന്ന് അറസ്റ്റിലായത്. കുന്നംകുളം ഉപജില്ലാ കലോത്സവം നവംബർ 11 മുതൽ 14 വരെ എരുമപ്പെട്ടിയിൽ നടക്കും. ഒരുക്കങ്ങളാകുന്നു. കലോത്സവത്തിന്റെ ലോഗോയുടെയും പ്രോഗ്രാം നോട്ടീസിന്റെയും പ്രകാശനം എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്നു. പന്നിത്തടത്ത് വീണ്ടും അപകടം. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് പന്നിത്തടം സെന്ററിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഇന്നോവ കാറും താർ ജീപ്പും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ യാത്രക്കാരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചാവക്കാട് പൊന്നാനി ദേശീയപാത മന്നലാങ്കുന്ന് സെന്ററിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. ബസ് സ്റ്റോപ്പിൽ നിർത്തിയ KSRTC ബസ്സിന് പിറകിൽ അമിത വേഗതയിൽ വന്ന മറ്റൊരു ബസ് ഇടിക്കുകയായിരുന്നു. യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലിശ്ശേരി പെരുമണ്ണൂർ പനക്കൽ ജെൻസന്റെ മകൻ 23 വയസ്സുള്ള ജിസണയാണ് വെള്ളിയാഴ്ച രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് LDF ഭരണസമിതിയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ കടങ്ങോട് മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. ഗുരുവായൂർ ഏകാദശി ശബരിമല സീസണ് മുന്നോടിയായി ഉത്തരേന്ത്യൻ നാടോടി സംഘമെത്തി റെയിൽവേ മേൽപ്പാലത്തിന് താഴെ തമ്പടിച്ചു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ കഴിയുന്നതിനാൽ പകർച്ചവ്യാധികൾ പടരുമെന്ന് ആശങ്ക. നാട്ടുകാരിൽ പ്രതിഷേധം ശക്തം. പോർക്കുളം പഞ്ചായത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. തൃശൂർ ജില്ലയിലെ സഞ്ചരിക്കുന്ന കണ്ണുപരിശോധനാ യൂണിറ്റും പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്യാമ്പിൽ 100ഓളം പേർ പരിശോധന നടത്തി. വായനശാലകൾ ജനകീയ സേവന കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വായനശാലകൾക്ക് കമ്പ്യൂട്ടർ, പ്രിന്റർ, സ്കാനർ എന്നിവ നൽകി. 5 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി 6 വായനശാലകൾക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. കേരളീയം 2025 കേരളപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വാരാചരണ പ്രവർത്തനങ്ങളുടെ സമാപനവും പൊതുപ്രവർത്തകൻ ലബീബ് ഹസനെ ആദരിക്കലും നടത്തി. പഴഞ്ഞി മാർത്തോമ ഇമ്മാനുവൽ പള്ളിക്ക് കീഴിലുള്ള മാർത്തോമ LP സ്കൂളിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. 120ഓളം വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ പഴമ ഒട്ടും നഷ്ടപ്പെടാതെയാണ് നവീകരിച്ചത്. ചൂണ്ടൽ കൈപ്പറമ്പ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ അർബുദ ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിച്ചു. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിപ്പെരുന്നാളിനെ കൊടിയേറി. വികാരി ഫാദർ ഷോൺസൺ ആക്കാമറ്റത്തിൽ കൊടിയേറ്റം നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.